പലതരം ഹൊറർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പക്ക ഹൊറിഫൈങ് ആയതും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പോലും നമ്മളെ ഏറെ പേടിപ്പിക്കാൻ പറ്റുന്നതുമായ ചിത്രങ്ങൾ വളരെ കുറവാണ്. 2008 പുറത്തിറങ്ങിയ 1920 എന്ന മൂവിയാണ് ഇത്. ആക്ച്വലി ഇതൊരു ഇന്ത്യൻ ഹൊറർ സീരീസ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യത്തെ മൂവിയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു വലിയ മാളികയിലോട്ട് ഒരു ആർക്കിടെക്റ്റ് ഒരു കുതിരവണ്ടിയിൽ പോകുന്നതാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ആ മാളിക റെനോവേറ്റ് ചെയ്ത് ഒരു ഹോട്ടലാക്കാനായിട്ടാണ് ആളങ്ങോട്ട് ചെല്ലുന്നത്. അകത്ത് കയറുമ്പോൾ തന്നെ അവിടുത്തെ കാര്യസ്ഥൻ അങ്ങോട്ട് വരുന്നു. ഓണർ കൊൽക്കട്ടയിലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാര്യസ്ഥനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അന്നേരം വന്നയാളാവട്ടെ ഇവിടെ മുൻപ് വന്നിരുന്ന ആർക്കിടെക്റ്റിനെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് തപ്പിപ്പിടിച്ച് ആ കാര്യസ്ഥൻ ഒഴിഞ്ഞു മാറുവാണ്. ഒട്ടും സമയം കളയേണ്ടെന്ന് കരുതി അന്നത്തെ ദിവസം തന്നെ അയാൾ പണിയൊക്കെ തുടങ്ങുവാണ്. അന്ന് രാത്രിയാണ് കാണിക്കുന്നത്. അയാൾ ഹോട്ടലിനായിട്ട് പ്ലാനൊക്കെ വരയ്ക്കുന്ന സമയം പെട്ടെന്ന് അവിടെ പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. എന്താണെന്ന് നോക്കാനായിട്ട് അയാൾ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ വരച്ച പ്ലാനിനകത്ത് ഒരുപാട് കറുത്ത മഷി പുരണ്ടിരിക്കുവാണ്. പോരാത്തതിന് പേടിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു. അന്നേരം അയാൾക്കാരോ കരയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങുവാണ്. എന്താണെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് പോയ നേരം പെട്ടെന്ന് അയാൾ നിന്ന് ആ ഗോവണിപ്പടിയുടെ സ്റ്റെപ്പ് പൊട്ടി അയാൾ അവിടെ വീഴുവാണ്. എന്നാൽ ആ പലകയുടെ വിടവിൽ ലോക്കായതുകൊണ്ട് തന്നെ അയാൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ആരെങ്കിലും രക്ഷിക്കണേന്ന് അയാൾ കരഞ്ഞോട് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അയാൾക്ക് നേരെ ഉണ്ടായിരുന്ന ആ വലിയ ഗ്ലാസ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് ആ ചില്ലുകൾ തറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അവിടെ മരിച്ചു വീഴുവാണ്. അടുത്ത ദിവസം കാലത്ത് ചായയുമായി വന്ന ആ കാര്യസ്ഥനാവട്ടെ ആ കൊടൂരമായ സീൻ കണ്ട് പേടിച്ച് അങ്ങനെ അന്തം വിട്ട് നിപ്പാണ്. അവിടെ സീൻ കട്ട് ചെയ്താൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയാണ് അർജുൻ. ഹനുമാന്റെ അമ്പലത്തിൽ അയാൾ പൂജകളൊക്കെ ചെയ്ത് മന്ത്രങ്ങൾ എങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുവാണ്. കടുത്ത ദൈവവിശ്വാസിയാണ് ആള്. അന്നേരം വളരെ ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിലാണ് അവൻ ജനിച്ചതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം കാണാൻ പറ്റും. എന്താന്ന് വെച്ചാല് കക്ഷി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് പ്രേമിക്കുന്നത്, പേര് ലീസ. എന്നാൽ ആളുടെ ഫാമിലി അത് അംഗീകരിക്കില്ല എന്ന് ആൾക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ ലിസയുമായി ബോംബെയിലോട്ട് ഒളിച്ചോടി വിവാഹം കഴിക്കാനായിട്ട് പോകുവാണ്. ഫൈനലി അവർ ഡിസൈഡ് ചെയ്തതുപോലെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് പോയോണ്ടിരിക്കുന്ന നേരം വഴി തടഞ്ഞ ഹീറോയുടെ അച്ഛനും കുറച്ച് ആളുകളും വരുവാണ്. എന്നിട്ട് അർജുനെ വണ്ടിയിൽ നിന്നിറക്കി ലിസയെ കത്തിച്ചു കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഹീറോ വേഗം എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ കത്തി അമരുന്ന ജീപ്പിൽ നിന്നും അവളെ രക്ഷിക്കുവാണ്. എന്നാൽ കുടുംബത്തിന്റെ സൽപ്പേര് കളയാതിരിക്കാനായി ആ മനുഷ്യർ ഹീറോയുടെ ലൈഫിന് പോലും വില കൽപ്പിക്കുന്നില്ല. ആ നിമിഷം അവൻ തന്റെ ജീവന് തുല്യം വിലമതിച്ചിരുന്ന വിശ്വാസത്തെ സ്വന്തം പൂണൽ പൊട്ടിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ചു കളയുവാണ്. അവന്റെ പ്രണയത്തിന് തടസ്സമായി വരുന്നത് താൻ കുഞ്ഞിലെ ആരാധിച്ച ദൈവങ്ങളും മതവിശ്വാസങ്ങളുമാണെങ്കിൽ അത് വേണ്ടെന്നും പറഞ്ഞ് ഹീറോ ലിസയെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ അവർ ആഗ്രഹിച്ചതുപോലെ അവർ ഒന്നാകുവാണ്. എന്നും അവൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അയാൾ വാക്കും കൊടുക്കുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് അവരങ്ങനെ ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹീറോ വളരെ സന്തോഷത്തിൽ ലിസയോടൊരു കാര്യം പറയുവാണ്. അവന് ഒരു വലിയ മാളിക റെനോവേറ്റ് ചെയ്ത് ഹോട്ടലാക്കാനുള്ള ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. തുടക്കത്തിൽ കാണിച്ച ആ വലിയ മാളികയില്ലേ, അത് തന്നെ. എല്ലാം നിന്നെ കല്യാണം കഴിച്ചതിന്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ് ലിസയെയും കൂട്ടി അയാൾ അങ്ങോട്ട് പോകുവാണ്. എന്നാൽ അവൾക്ക് അവിടെ വിട്ടു പോകാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഹീറോയുടെ സന്തോഷമാണ് വലുതെന്നും കരുതി അവൾ അവന്റെ കൂടെയാണ് പോകുന്നത്. എന്നാൽ മാളികയ്ക്ക് മുന്നിൽ വന്ന പാടെ ലിസ ആകെ മതി മറന്ന് നിൽക്കുവാണ്. ഇത്ര മനോഹരമായ ഒന്നെങ്ങനെ തകർക്കാൻ സാധിക്കുന്നു എന്ന് അവൾ ചോദിക്കുവാണ്. അതല്ലേ തന്റെ പണിയെന്നും പറഞ്ഞ് ഹീറോ അവളെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നു. വന്ന പാടെ അവൾ ആ മാളികയിലെ ഒരു മുറിയിലോട്ട് തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. പിന്നീട് അവിടെ തൂക്കിയിട്ട ഒരുപാട് ചിത്രങ്ങളിലൂടെയും അവളുടെ കണ്ണുകൾ അങ്ങനെ പോകുന്നു. അന്ന് രാത്രി ഹീറോ ആവട്ടെ കുറച്ചു മുമ്പ് ലിസ നോക്കിക്കൊണ്ടിരുന്ന ആ റൂം തുറക്കാനായിട്ട് ശ്രമിക്കുവാണ്. എന്നാൽ ഒരു ചാവി കൊണ്ടും അത് മാത്രം തുറക്കുന്നില്ല. അന്നേരം അവിടെ വന്ന ലിസയാവട്ടെ എത്ര നേരായി, നാളെ നോക്കാന്ന് പറയുവാണ്. അവരങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന നേരം പെട്ടെന്ന് ആ മുറിയുടെ ഡോർ താനെ തുറക്കുന്ന ശബ്ദം ലിസയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് നോക്കാനായി ഒരു ചെറിയ പേടിയോടെ അവൾ അകത്ത് കയറി നോക്കുന്നു. എന്നാൽ അകത്ത് കയറിയ പാടെ കത്തിച്ചു വെച്ച മെഴുകുതിരികൾ ഓരോന്നായിട്ട് അണയാൻ തുടങ്ങുവാണ്. അത് കണ്ടവൾ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ അന്നേരം ഒരാൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ആരാണെന്ന് ചോദിച്ച് അവൾ അകത്തോട്ട് തന്നെ പോകുവാണ്. എന്നാൽ അവൾക്ക് പുറകിൽ കർട്ടനിടയിലൂടെ അദൃശ്യമായൊരു രൂപം പോകുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെയില്ല. നേരെ ഹാളിലോട്ട് പോയാൽ വീണ്ടും മുകളിൽ നിന്നാണ് ആ പുരുഷ ശബ്ദം കരയുന്നത്. അതവൾ വീണ്ടും കേൾക്കുവാണ്.
അവൾ പയ്യെ പടി കയറി മുകളിൽ പോകുവാണ്. എന്നാൽ പെട്ടെന്ന് അവൾക്ക് പുറകിൽ ഒരു കൈ വന്ന് നിൽക്കുന്നു. പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഹീറോ ആയിരുന്നു. നട്ടപാതിരാത്രി നീ എവിടെ പോവാന്ന് ചോദിക്കുവാണ് അവൻ. മുകളിൽ കേട്ട ശബ്ദത്തെ പറ്റിയൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഹീറോയുടെ കൂടെ ലിസ പോയി കിടന്നുറങ്ങുവാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോ ജോലിക്കായി കുതിര വണ്ടിയിൽ പുറത്തോട്ട് പോകുന്നു. അന്നേരം ലിസയാവട്ടെ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യസ്ഥനോട് ഈ ബംഗ്ലാവിനകത്ത് കടക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുവാണ്. അല്ലെങ്കിൽ താനെങ്ങാനും ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ രാത്രി ഒരു അമാനുഷികമായ എന്തോ ഇവിടെ ഉള്ളതായി തോന്നിയെന്ന് അവള് പറയുവാണ്. എന്നാൽ അത് കേട്ട് അയാളൊന്ന് പതറിയെങ്കിലും അവിടെ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ആയിട്ടില്ല എന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുവാണ്. എന്നാൽ ലിസ ആവട്ടെ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ തന്നെ നിൽക്കുവാണ്. അതേസമയം ഹീറോയെ കാണിക്കുമ്പോൾ ആള് നേരെ പോയത് മാനേജറിനെ കാണാനാണ്. പ്ലാൻ വരയ്ക്കാനായി അവിടെ തുറക്കാൻ പറ്റാത്തൊരു മുറിയൊന്ന് തുറന്നു കാണണമെന്ന് അവൻ പറയുവാണ്. അന്നേരം ആ മാനേജർ ആവട്ടെ അതിനെന്താ ആ വാതിലങ്ങ് പൊളിച്ച പോരെ എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ആ ബംഗ്ലാവിനകത്ത് ഹീറോയിൻ ആ കതക് തന്നെ പയ്യെ തുറക്കുവാണ്. അന്നേരം അത് ലോക്കായിരുന്നില്ല. ഒരു മെഴുതിരിയെടുത്ത് അവൾ അകത്ത് കടന്ന നേരം സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വലിയൊരു ചിത്രം ചുവരിൽ തൂങ്ങിക്കിടക്കുന്നത് അവൾ കാണുവാണ്. തൊട്ടടുത്ത് ഒരു പിയാനോയുമുണ്ട്. അവൾ അവിടെ ഇരുന്ന് ആ പിയാനോ മറന്ന് വായിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്നൊരു ആണിന്റെ അലർച്ച കേട്ട് അവള് ഞെട്ടി അത് സ്റ്റോപ്പ് ചെയ്യുവാണ്. എന്നിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തോട്ട് പോയാൽ അവിടെ ആരും തന്നെയില്ല. പുറത്തിറങ്ങി വന്നാൽ ആരോ മരത്തിന്റെ പുറകിലുള്ളതായി അവൾക്ക് തോന്നുന്നു. എന്നാൽ എത്ര നടന്നിട്ടും അവൾക്ക് ആരും തന്നെ കാണാൻ പറ്റുന്നില്ല. അന്നേരം അവൾ ഇത്തിരി പേടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോ തിരികെ വന്നിരിക്കുവാണ്. എന്നാൽ അന്നേരം മാത്രം അവൾ നേരത്തെ തുറന്ന കഥക് തുറക്കാൻ പറ്റുന്നില്ല. അകത്ത് ഒരു ചിത്രവും പിയാനോയും ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ട ഹീറോയാവട്ടെ പഴയ വീടല്ലേ, ചിലപ്പോൾ അത് താനെ അടഞ്ഞതാവും എന്ന് പറയുവാണ്. എന്നാൽ നമ്മളല്ലാതെ ഈ വീട്ടിൽ മറ്റെന്തോ ഉണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അവൾ അലമുറയിട്ട് പറഞ്ഞിട്ടും അവനത് കെയർ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്നേക്കാളും വലുതല്ല എനിക്ക് ഈ പ്രൊജക്റ്റ് ഒന്നും. സോ നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മളൊരു 2-3 ദിവസം കൂടെ നോക്കി തിരിച്ച് നമുക്ക് മടങ്ങാന്ന് പറയുവാണ്. അങ്ങനെ ഒരു പ്രോമിസും കൊടുക്കുന്നു. എന്നാൽ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ കാര്യസ്ഥൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു. അയാള് വേഗം അവിടെ നിന്ന് ഓടിച്ചെന്ന് മാനേജറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഹീറോയുടെയും ഹീറോയിന്റെയും ജീവൻ അപകടത്തിലാണ്, സത്യങ്ങൾ നമുക്ക് പറയാമെന്ന് പറയുവാണ്. എന്നാൽ ആ മാനേജർ ആവട്ടെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ പ്രോപ്പർട്ടി വിറ്റേ പറ്റൂ, അതുകൊണ്ട് സത്യങ്ങൾ പറയണ്ടെന്ന് പറയുന്നു. അന്നേരമാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ഇതിനു മുമ്പ് അവിടെ 2 ആർക്കിടെക്ട്സ് ആണ് മരിച്ചിട്ടുള്ളതെന്ന്. ആ വീട് അത്രമാത്രം അപകടങ്ങൾ നിറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ ആ മാനേജർ അവിടെ താമസിക്കാതിരുന്നത്. അതേസമയം തന്നെ നമുക്കൊരു സംശയം കാണും, എന്തുകൊണ്ട് കാര്യസ്ഥരൊന്നും പറ്റിയില്ല എന്ന്. കാരണം മറ്റൊന്നുമല്ല, ആളിതുവരെ ആ വീട് പൊളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേയില്ല, അതുതന്നെ. എന്നാൽ ആ കാര്യസ്ഥൻ ഒത്തിരി തവണ മാനേജറെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവസാനം കുറച്ച് പണം കൊടുത്ത് അയാളെ ആ മാനേജർ വശത്താക്കുവാണ്. അടുത്ത ദിവസം ലിസയാവട്ടെ പുറത്തോട് അങ്ങനെ നടന്നോട് പോകുമ്പോൾ അടുത്തൊരു ചർച്ച് കാണുന്നു. അവിടുത്തെ ഫാദറിനെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആള് നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ സ്റ്റോറിയൊക്കെ അയാളോട് ഷെയർ ചെയ്യുവാണ്. തിരിച്ചു മാളികയിലെത്തുമ്പോൾ തുറക്കാൻ പറ്റാത്ത ആ മുറിയുടെ കതക് ഹീറോ ആളെ വെച്ച് എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാണ് കാണിക്കുന്നത്. അവളങ്ങനെ പുസ്തകമൊക്കെ വായിച്ച് പുറത്തെ സോഫയിൽ കിടന്നുറങ്ങുന്ന നേരം പെട്ടെന്ന് ഗ്രാമഫോണിൽ താനെ ഒരു പാട്ട് പ്ലേ ആവുന്നു. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് അവൾ അവിടെ നേരെ ചെന്ന് അത് ഓഫാക്കിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അത് വീണ്ടും പ്ലേ ആകുന്നു. അവൾ വീണ്ടും അത് ഓഫാക്കുവാണ്. എന്നാൽ പെട്ടെന്ന് അതിനകത്തൂടെ ഒരു ആൺ ശബ്ദം ലിസ എന്ന് വിളിക്കുന്നത് അവൾ കേൾക്കുവാണ്. അത് കേട്ടപാടെ അവൾ പേടിച്ചു പോകുന്നു. എന്നിട്ട് അവൾ പുറത്തോട്ട് ഓടുവാണ്. ഓടി അവൾ എത്തുന്നത് ആ വലിയ ചിത്രത്തിന് മുൻപിലായിരുന്നു. അതിന് താഴെ എഴുതിയ പേര് അന്നേരമാണ് അവൾ വായിക്കുന്നത്, ഗായത്രി. പെട്ടെന്ന് അവിടെ പുറകിലായി എന്തോ കണ്ടവള് പേടിച്ചലറി വിളിക്കുവാണ്. എന്നിട്ട് അവിടെ ഒരു മൂലക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഡേ അവള് വീണ്ടും ആ ഫാദറിനെ കാണാൻ പോകുവാണ്. അന്നേരം ഇതുവരെ ആ ബംഗ്ലാവിൽ നടന്നതെല്ലാം തന്നെ അവൾ ഫാദറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫാദർ ആ മാളികയിലെത്തി അവിടെ ഹോളി വാട്ടറൊക്കെ തളിച്ച് അവിടം ബ്ലെസ്ഡ് ആക്കുന്നു. ഇനി ഇവിടെ ഒരു ദുരാത്മാവും വരില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ആൾ അവിടെ നിന്നും പോകുവാണ്. എന്നാൽ അന്ന് രാത്രി തിരികെ ചർച്ചിലെത്തിയ ആ ഫാദർ ആകട്ടെ ഉറങ്ങുന്ന നേരം
പെട്ടെന്ന് ആള് കിടന്ന കട്ടിലിന് മുകളിലെ കൊതുക് വല താനെ ഇറങ്ങി വന്ന് അയാളെ ശ്വാസം മുടിച്ച് കൊല്ലാൻ നോക്കുവാണ്. എന്നാൽ ഒരു വിധത്തിൽ എങ്ങനെയോ ആള് രക്ഷപ്പെടുന്നു. ഒട്ടും വൈകിക്കാതെ ആ ഫാദർ നേരെ ആ ചർച്ചിലോട്ട് തന്നെ പോകുവാണ്. എന്നിട്ട് അവിടെയുള്ള മറ്റൊരു ഫാദറിനെ കാണുന്നു. അന്നേരം ചർച്ചിനകത്ത് ചോരയിൽ ഒരു പ്രത്യേകതരം സിമ്പിൾ ചുവരിലായിട്ട് വരച്ചു വെച്ചത് കാണാൻ പറ്റുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാനായിട്ട് രണ്ട് ഫാദേഴ്സും കൂടെ നേരെ ഒരു പുസ്തകമൊക്കെ തുറന്ന് നോക്കുവാണ്. അതിനകത്ത് നിന്നും ലാറ്റിനിൽ എഴുതിയ എന്തോ ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിയും ആ ആത്മാവും തമ്മിൽ എന്തോ ഒരു മുൻവൈരാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആരും വരുന്നത് ആ ആത്മാവിന് ഇഷ്ടമല്ല എന്നാണ്. വന്ന ആത്മാവ് വളരെയധികം അപകടകാരിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഫാദർ അക്കാര്യം അറിയിക്കാനായി ലിസയെ കാണാനായി ആ ബംഗ്ലാവിലോട്ട് പോകുവാണ്. എന്നാൽ ബിസിനസ് ആവശ്യത്തിനായി ഹസ്ബൻഡിന്റെ കൂടെ ആള് ദില്ലിയിലേക്ക് പോയെന്ന് കാര്യസ്ഥൻ പറയുന്നു. അവൾ തിരികെ വരുവാണെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയണം. എൻ്റെ വാക്ക് കേൾക്കാതെ ഒരു രാത്രി കൂടി അവൾ വീട്ടിൽ കഴിയുവാണെങ്കിൽ അവളുടെ ജീവന് തന്നെ അപകടമാണെന്ന് പറഞ്ഞ് ഫാദർ അവിടുന്ന് പോകുവാണ്. എന്നാൽ അതേസമയം കുതിരവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോയെയും ലിസയെയുമാണ് കാണിക്കുന്നത്. പോലീസ് തടഞ്ഞ് മുന്നോട്ട് പോകാൻ പാടില്ല, അവിടെ ഒരു കലാപം നടക്കുന്നുണ്ടെന്നൊക്കെ അറിയിക്കുവാണ്. റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ലിസയെ മാത്രം തിരിച്ചയച്ച് ഹീറോ അവിടുന്ന് ഒറ്റയ്ക്ക് പോകുന്നു. അന്നേരം മടങ്ങിയെത്തിയ ലിസയോട് ആ വീട്ടിലെ കാര്യസ്ഥൻ ഫാദർ പറഞ്ഞ കാര്യം പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ സ്വാർത്ഥത കൊണ്ട് അയാളത് മറച്ചു വെക്കുവാണ്. അവിടെയാണ് പ്രശ്നങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. ചർച്ചിനകത്ത് ഫാദർ നോക്കുമ്പോൾ ഒരു വലിയ കുരിശ് തല കീഴായി നിൽക്കുവാണ്. എന്തോ അപകടത്തിന്റെ സൂചനയാണെന്ന് അയാൾക്ക് അന്നേരം അത് മനസ്സിലാകുന്നുണ്ട്. അതേസമയം അന്ന് രാത്രി കാണിക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരം ഒരു പാത്രം താനെ ഇളകി താഴെ വീണ് പൊട്ടുവാണ്. പെട്ടെന്ന് അവൾ കിടന്ന കട്ടിലൊടിഞ്ഞ് എന്തോ ഒന്ന് അവളെ ആക്രമിക്കുന്നു. പേടിച്ചവള് പുറത്തോട്ടോടി പോകുവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചേഴ്സ് എല്ലാം ആരോ അവൾക്ക് മേലെ എറിയുന്നത് പോലെ അവളുടെ നേരെ തന്നെ വരുവാണ്. അന്നേരം എന്തോ ഒന്ന് അവള് കണ്ട് പേടിച്ച് നിൽക്കുന്ന നേരം ഒരു അദൃശ്യ ശക്തി അവളെ വലിച്ചു കൊണ്ടുപോകുന്നതും ഒപ്പം അവളുടെ ദയനീയമായ അലർച്ചയുമാണ് കേൾക്കുന്നത്. ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന ഹീറോ കാണുന്നത് 2 ദിവസമായി ഒന്നും കഴിക്കാതെ തളർന്നവശയായ ലിസയാണ്. ഡോക്ടർ വന്ന് നോക്കി വൈറൽ ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത്. പ്രോപ്പറായി ഫുഡൊക്കെ കൊടുക്കാൻ പറയുന്നു. അന്ന് രാത്രി അവരങ്ങനെ ഉറങ്ങുന്ന നേരം കണ്ണു തുറന്നു നോക്കുമ്പോൾ ലിസയെ അടുത്ത് കാണുന്നില്ല. ഹീറോ നേരം പുറത്തിറങ്ങി നോക്കുമ്പോൾ ലിസ അവിടെ ഏതോ മൃഗത്തിന്റെ പച്ച മാംസമാണ് കഴിക്കുന്നത്. അവനെ കണ്ടപാടെ എന്തോ പോലെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. അവസാനം ആ ഗായത്രിയുടെ വലിയ ചിത്രത്തിന് താഴെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നു. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ചർച്ചിനകത്ത് യേശു ക്രിസ്തുവിന്റെ കയ്യിലും കാലിലും തറച്ച ആണിയിൽ നിന്നും രക്തം വരുന്നത് കണ്ട് പേടിച്ചു നിൽക്കുവാണ് ഫാദർ. എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയ അയാളാവട്ടെ ആ ബംഗ്ലാവിനകത്തോട്ട് ചെല്ലുവാണ്. ഹീറോയെ കണ്ട് ഒരു അപകടം നടക്കാൻ പോകുന്നെന്ന് പറയുന്നു. ദൈവം തൻ്റെ ഒരു ചൈൽഡിനെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലിസയാണ് ആ കുട്ടിയെന്ന് പറയുവാണ്. അവൾ അപകടത്തിലാണ്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന ഡോക്ടർ ആവട്ടെ അവൾക്ക് മെഡിക്കൽ അറ്റൻഷൻ മാത്രം മതിയെന്ന് വാദിക്കുവാണ്. ഒരു 5 മിനിറ്റെങ്കിലും എനിക്ക് തരുമെന്ന് ആ ഫാദർ അപേക്ഷിക്കുമ്പോൾ അയാൾ അതിനായിട്ട് സമ്മതിക്കുന്നു. എന്നിട്ട് ഫാദർ ചെന്ന് ആ ക്രോസ് എടുത്ത് അയാളുടെ നെറ്റിയിൽ വെച്ചതും അവൾ പൊസസ്ഡ് ആണെന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ അത് കേൾക്കാനായി ആ ഹീറോയും ഡോക്ടറും തയ്യാറാവുന്നില്ല. അത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഫാദർ എത്ര തന്നെ പറയാൻ ശ്രമിച്ചിട്ടും ഹീറോ അത് കേൾക്കാതെ ഫാദറിനെ അവിടുന്ന് പറഞ്ഞേക്കുവാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നു. എന്നാൽ സത്യത്തിൽ അവളെ ഒരു ആത്മാവ് പൊസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രാത്രി തന്നെ അവൾ പൊസസ്ഡായി ആകെ അക്രമശക്തിയാകുന്നു. അന്നേരം തന്നെ ഒരു സിറിഞ്ച് എടുത്തുകൊണ്ട് കുത്താനായിട്ട് ഡോക്ടർ അങ്ങോട്ട് വരുവാണ്. എന്നാൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഒരു പുരുഷ ശബ്ദത്തിൽ അവൾ അങ്ങനെ ചോദിക്കുവാണ്. ആ ഡോക്ടറുടെ ഫാമിലി തൊട്ട് ആളുടെ മുഴുവൻ ചരിത്രവും ആ ശബ്ദം വിളിച്ചു പറയുന്നുണ്ട്. പേടിച്ചു പോയ ആ ഡോക്ടർ അവിടെ നിന്നും ഓടിപ്പോകുവാണ്. തോറ്റുപോയെന്ന് ആ ഡോക്ടർ അവസാനം സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു തരവുമില്ലാതായപ്പോ ഹീറോ നേരെ ആ ഫാദറിനെ തന്നെ കാണാൻ പോകുവാണ്. ഹീറോയെ സഹായിക്കാനായിട്ട് ആ ഫാദർ അപ്പോഴും തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ലിസയുടെ അടുത്ത് വന്ന് ലിസയുടെ ശരീരത്തിനകത്തെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവളുടെ ഈ ആത്മാവിനെ ഞാൻ കൊണ്ടുപോകുമെന്നാണ് ആ ദുരാത്മാവ് പറയുന്നത്. ആ നിമിഷം തന്നെ ലിസ ബോധം കെട്ട് വീഴുന്നു. അത് കണ്ട് അവിടെ നിന്ന് ആ കാര്യസ്ഥന നേരം കരഞ്ഞുകൊണ്ടിറങ്ങി ഓടുവാണ്.
പുറകെ പോയ ഹീറോ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ അന്നേരം പറയുവാണ്, എല്ലാം ഞാൻ കാരണമാണ്. ഇത് ഞാൻ മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഈ വീട് ഇതിനു മുൻപും 2 പേരെ കൊന്നതാണ്. എന്നാൽ ആ മാനേജറിന്റെ വായടപ്പിച്ചതാണ് എന്നെല്ലാം അയാൾ പറയുന്നു. എന്നാൽ ആ ദേഷ്യത്തിന് ഹീറോ ആ മാനേജറെ പോയി കണ്ട് അയാളെ കണക്കിനടിക്കുവാണ്. എന്നിട്ട് ആ വീടിനെ പറ്റി വേറെന്താ അറിയാന്ന് ചോദിക്കുന്നു. അന്നേരം അയാൾ പറയുവാണ്, പുതിയ ഓണർ ഈ വീട് വാങ്ങിച്ചിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഒരു വയസ്സായ സ്ത്രീയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ കൂടുതൽ അറിയാമെന്ന് പറയുന്നു. ഇനി ലിസയെ രക്ഷിക്കണമെങ്കിൽ ആ വീട്ടിനകത്ത് എന്ത് സംഭവിച്ചെന്നും എന്താത്മാവാണുള്ളതെന്നും അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഹീറോയാവട്ടെ ആ സ്ത്രീയെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങോട്ട് പോകുവാണ്. ലിസയെ നോക്കാനായിട്ട് ആ ഫാദറിനെയും ഏൽപ്പിക്കുന്നു. നവാനഗർ എന്നൊരു ഗ്രാമത്തിലോട്ടാണ് ആള് പോകുന്നത്. ഫൈനലി ഹീറോ ആ സ്ത്രീയെ കണ്ടുപിടിക്കുവാണ്. തന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് ആ വീടിനു പിന്നിലെ രഹസ്യങ്ങൾ അവൻ ആളോട് ചോദിക്കുവാണ്. അവരുടെ പേരാണ് രാധ. അവരൊന്നൊന്നായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനത തിരിച്ചടിക്കുന്ന സമയം. ഗായത്രിയുടെ അച്ഛനും സ്വാതന്ത്ര്യ സമരത്തിനായി പോയി. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും സമരത്തിനായി പോയിട്ടുണ്ടായിരുന്നു. അമ്മയില്ലാത്ത ഗായത്രിക്ക് അമ്മ തന്നെയായിരുന്നു രാധയുടെ അമ്മയും. അങ്ങനെ സമരത്തിന് പോകുന്ന സമയത്ത് ഗായത്രിയെ ആ അമ്മയെ തന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചതും. ആ സമയം വീട്ടിലുണ്ടായിരുന്നത് ഇവർ 3 പേരും മാത്രമാണ്, ഗായത്രിയും രാധയും രാധയുടെ അമ്മയും. അന്ന് രാധ ചെറിയ കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവരങ്ങനെ വീടിനകത്തിരുന്നോണ്ടിരിക്കുന്ന നേരം പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ട് അവരങ്ങോട്ട് പോയി നോക്കുവാണ്. അന്നേരം ഒരു ജവാൻ ആക്രമിക്കപ്പെട്ട് വേദന കൊണ്ട് അവിടെ വീണു പുളയുവാണ്. അത് കണ്ട ആ അമ്മയാവട്ടെ അയാളെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നു. അയാളുടെ പേര് മോഹൻകാന്ത് എന്നായിരുന്നു. അന്നേരം ആ അമ്മയാവട്ടെ കുറച്ചു ദിവസം ഇയാളെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഗായത്രിയോട് ചോദിക്കുവാണ്. എന്നാൽ അത് കേൾക്കുന്ന ഗായത്രി ആവട്ടെ ഇന്ത്യക്ക് വേണ്ടി പൊരുതുന്ന ആൾക്കാരെ താമസിപ്പിക്കുന്നത് ഒരു കുഴപ്പമില്ല, സന്തോഷമല്ലേ ഉള്ളൂ, അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് അവള് പറയുവാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ അമ്മ ഒരു സത്യം മനസ്സിലാക്കുവാണ്. എന്താന്ന് വെച്ചാൽ ആ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ ചാരനായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയതറിഞ്ഞ അയാളാവട്ടെ ആ അമ്മയെ നിഷ്കരുണം കൊല്ലുന്നു. എന്നിട്ട് അടുത്തുള്ളൊരു കിണറ്റിൽ തള്ളിയിടുവാണ്. അടുത്ത ദിവസം അമ്മയെ കാണാതെ ഗായത്രിയും രാധയും അന്വേഷിച്ച് നടക്കുവാണ്. അന്നേരം അയാളാവട്ടെ അടുത്ത ഗ്രാമത്തിൽ എന്തോ ആവശ്യത്തിനായിട്ട് ആൾ പോയെന്നാണ് പറയുന്നത്. എന്നാൽ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കിണറ്റിൽ കിടക്കുന്ന ആ അമ്മയുടെ ബോഡി ഗായത്രി കണ്ടുപിടിക്കുവാണ്. എന്നാൽ അന്നേരം അവൾക്ക് എന്തോ പന്തികേട് തോന്നുവാണ്. മോഹൻകാന്ത് പറഞ്ഞ കാര്യത്തിലുള്ള വൈരുദ്ധ്യം അവളെ സംശയത്തിലെത്തിക്കുന്നു. അവള് നേരെ ചെന്ന് ആളുടെ മുറിയിലുള്ള ആളുടെ ബാഗ് തുറന്നു നോക്കുവാണ്. അതിനകത്ത് നിന്ന് അവൾക്കൊരു കത്ത് കിട്ടുന്നുണ്ട്. ആ കത്തിനകത്ത് ബ്രിട്ടീഷുകാർക്കായി ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്ന അയാളുടെ കാര്യം അവൾ മനസ്സിലാക്കുവാണ്. ഒപ്പം തന്നെ അയാൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പോകുമെന്നും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയം വൈകിക്കാനില്ല എന്ന് കരുതി ഗായത്രി രാധയെ വിളിച്ച് അവിടുന്ന് ഓടുവാണ്. പോകുന്ന വഴിയിൽ അവൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്നു. എന്നിട്ട് രാധയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്ത് ഇത് നീ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കയ്യിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പോകുവാണ്. കാരണം അയാൾ തിരിച്ചു പോകാൻ പാടില്ല, അയാളെ എങ്ങനെയെങ്കിലും അവിടെ തന്നെ നിർത്തണം. അതിനായിട്ട് മോഹൻകാന്ത് പുറത്തു പോകാതിരിക്കാനായി അവൾ അവനെ ആകർഷിക്കാനായിട്ട് ഓരോന്നും ചെയ്യുവാണ്. മറ്റൊരു സ്ഥലത്ത് രാധയാവട്ടെ എങ്ങനെയൊക്കെയോ ആ കത്ത് വേണ്ടിടത്ത് എത്തിക്കുവാണ്. രാധ പറഞ്ഞ വിവരം അനുസരിച്ച് ഗായത്രിയുടെ അച്ഛനും കൂട്ടുകാരും അവിടേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. അതേസമയം തന്നെ മോഹൻകാന്തിന് വഴങ്ങാത്തത് കൊണ്ട് അയാൾ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുന്നു. എന്നാൽ അവസാന നിമിഷം അയാളെ തടയാനായിട്ട് ഒരു മാർഗമില്ലാത്ത കൊണ്ട് അവളെ തന്നെ അയാൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുവാണ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഗായത്രിയുടെ അച്ഛൻ അങ്ങോട്ട് എത്തുവാണ്. ഒപ്പം ഒരു വലിയ പടയുമുണ്ട്. അങ്ങനെ അയാളുടെ കഥ അവിടെ വെച്ച് കഴിക്കുവാണ്. ഗായത്രി ചതിച്ചതാണെന്നും മരിക്കാൻ പോകുകയാണെന്നും മനസ്സിലാക്കിയ അയാളാവട്ടെ മരിക്കുന്നതിന് മുൻപ് ഗായത്രിയുടെ കണ്ണുകളിൽ നോക്കി ശപഥം ചെയ്യുന്നുണ്ട്. താൻ തിരിച്ചു വന്ന് ഗായത്രിയോട് ഈ വഞ്ചനയ്ക്ക് പകരം ചോദിക്കുമെന്ന്. അന്ന് തൊട്ട് അവന്റെ ആത്മാവ് ആ വീടിനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാക്കി ജീവിതം മുഴുവൻ അവൾ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ തന്നെയാണ് ഗായത്രി മരിച്ചതും. പ്രസന്റിൽ കാണിക്കുമ്പോൾ ഗായത്രി മരിച്ച ആ കാര്യമൊക്കെ രാധ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ആ മരിച്ച തീയതി കേട്ട ഹീറോ ഒന്ന് ഞെട്ടുന്നുണ്ട്.
കാരണം ആ ദിവസം തന്നെയാണ് ലിസ ജനിച്ചതും. അതായത് ലിസ ഗായത്രിയുടെ പുനർജന്മമാണ്. അപ്പോൾ ലിസയെ പൊസസ് ചെയ്തിരിക്കുന്നത് ആ ദുഷ്ടന്റെ ആത്മാവാണ്. അതാണ് ഇന്ന് ലിസയെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നതും. എല്ലാം മനസ്സിലാക്കിയ ഹീറോ അവിടെ നിന്നും നേരെ ചെന്ന് ഫാദറിനോട് കാര്യങ്ങൾ പറയുവാണ്. അന്ന് തന്നെ ലിസയെ എക്സോസിസം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. അന്നേരം അയാൾ ഹീറോയോട് പറയുന്നുണ്ട്, ഒരിക്കലും അത് നിന്റെ ഭാര്യയല്ല, അത് ആ ദുഷ്ടാത്മാവാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനോടൊരു അലിവ് പോലും തോന്നാൻ ഇപ്പോൾ പാടില്ല എന്ന്. ലിസയെ ഒരു കട്ടിലിൽ കെട്ടിയിട്ട് എക്സോസിസം സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നാൽ വളരെ ആക്രോശിച്ചു വന്ന അവളാവട്ടെ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. പുറകെ ആ കാര്യസ്ഥനും അവളെ പിടിക്കാനായിട്ട് ഓടുന്നുണ്ട്. എന്നാൽ ഒരു കർട്ടന് പുറകിലായി ഒരു നിഴൽ മാത്രം അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് അയാൾ പയ്യെ ചെന്ന് ആ മറുഭാഗത്തോട്ട് നോക്കുമ്പോൾ ആ ഭാഗത്തും നിഴൽ മാത്രമാണുള്ളത്. അത് കണ്ട് പേടിച്ച് നിൽക്കുന്ന നേരം മുകളിൽ നിന്നും ലിസ ചാടി വീണ് അയാളുടെ കഥ കഴിക്കുവാണ്. അന്നേരം ലിസയെ തേടിപ്പോയ ഫാദർ ഒരു മിററിന്റെ മുമ്പിൽ നിൽക്കുവാണ്. കാരണം സാധാരണഗതിയിൽ റിഫ്ലക്ഷൻ അവരുടെ മുഖം തന്നെയാണല്ലോ കാണുക, എന്നാൽ ആളുടെ പുറം ഭാഗമാണ് അതിൽ കാണുന്നത്. എന്താണെന്നറിയാതെ ആളങ്ങനെ നിൽക്കുന്ന നേരം പെട്ടെന്ന് ആളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ പ്രെയർ ഷോള് ഒരു പാമ്പായിട്ട് മാറുവാണ്. പേടിച്ചു പോയ ഫാദർ അതെടുത്ത് വലിച്ചെറിയുന്നു. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ അത് ആ ഷോള് തന്നെയാണ്. എന്നാൽ പെട്ടെന്ന് ആ ഇരുട്ട് മുറിക്കകത്തു നിന്നും എന്തോ ഒരു അദൃശ്യ ശക്തി ആ ഫാദറിനെയും വലിച്ചുകൊണ്ട് പോയി ആളെയും കൊടൂരമായി കൊല്ലുവാണ്. ശബ്ദം കേട്ട് അവിടെ വന്ന ഹീറോ കാണുന്നത് റൂഫിന് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഹീറോയിനെയാണ്. അത് കണ്ട് അവൻ ഒരുപാട് ഭയക്കുന്നു. അന്നേരം ആ ആത്മാവ് പറയുന്നത് ഗായത്രിയുടെ ആത്മാവിനെ ഞാൻ കൊണ്ടുപോകുമെന്നാണ്. എന്നാൽ ലിസ അന്നേരം എന്താകും എന്ന് പറഞ്ഞ് ആ ആത്മാവ് അവനെ കളിയാക്കാൻ തുടങ്ങുന്നു. ഹീറോയ്ക്ക് വേദനിക്കാനായി ലിസയുടെ ശരീരത്തെ അവന് മുൻപിൽ വെച്ച് തന്നെ വേദനിപ്പിക്കാൻ തുടങ്ങുന്നു. അത് കണ്ട് സഹിക്കാൻ പറ്റാതിരുന്ന ഹീറോ ആ ആത്മാവുമായി എതിർത്ത് നിൽക്കുവാണ്. എന്നാൽ പെട്ടെന്ന് ആ ആത്മാവ് അവസാനമായി നീ നിന്റെ ലിസയെ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞ് ആ ചുവരിന് മുകളിലോട്ട് വലിഞ്ഞു കയറുവാണ്. അന്നേരം ലിസയാവട്ടെ ഇയാളിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വളരെ ദയനീയമായി കരയുന്നു. എന്നാൽ വളരെയധികം അപകടം പറ്റിയ ഹീറോയാവട്ടെ ആ നിമിഷം തൻ്റെ ദൈവങ്ങളെ തന്നെ വീണ്ടും ഓർക്കുവാണ്. അവൻ അവസാന പ്രതീക്ഷയായി വരുന്നത് ആ ദൈവങ്ങളുടെ മുഖം തന്നെയാണ്. എന്തോ ധൈര്യം കിട്ടിയതുപോലെ അവൻ പെട്ടെന്ന് തന്നെ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റ് നിന്ന് നേരെ ചെന്ന് ലിസയുടെ ശരീരത്തെ ഇറുക്കി പിടിച്ച് ഹനുമാനെ ധ്യാനിച്ച് മന്ത്രങ്ങൾ ഓരോന്നായി തെറ്റാതെ ഉരുവിടാനായി തുടങ്ങുവാണ്. ആ ആത്മാവ് നേരം ഹീറോയെ തട്ടിത്തെറിപ്പിച്ചു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അയാളെ മുറുകെ പിടിച്ച് മന്ത്രങ്ങൾ തെറ്റാതെ മുഴുവനായി ചൊല്ലിത്തീർക്കുന്നു. ആ നിമിഷം ലിസയെ പൊസസ് ചെയ്ത ആ ദുരാത്മാവ് ആ മന്ത്രങ്ങളുടെ ശക്തിയെ നേരിടാനുള്ള ത്രാണിയില്ലാതെ അവളെ വിട്ട് പുറത്തു പോകുവാണ്. ഫൈനലി എല്ലാം തന്നെ ശുഭമായി അവസാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ആ മാളികയിൽ നിന്നും ഗായത്രിയുടെ വലിയ ചിത്രമെല്ലാം എടുത്തു മാറ്റി ദൂരെ കളയുവാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി ലിസയും ഹീറോയും ഒരുമിച്ച് പഴയ പോലെ ആയത് കാണിച്ച് ആ നല്ല മൂവി അവിടെ ഉണ്ടാകുന്നു.